ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ബാത്റൂമിൻ്റെ പ്ലംബിംഗ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാത്റൂമിൻ്റെ ഫ്ലോർ ലെവൽ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം, എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഫ്ലോർ ലെവൽ അറിഞ്ഞിരുന്നാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് ടാപ്പിൻ്റെ ഹൈറ്റ് കൊടുക്കാൻ സാധിക്കുള്ളൂ, ബാത്റൂം വാൾ ഹാങ് കൊടുക്കണമെങ്കിൽ വാൾ ഹാങ്, ക്ലോസറ്റിൻ്റെ ഹൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കണമെങ്കിൽ, പിന്നെ നമ്മുടെ ഷവർ ഏരിയ, അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ, ഇതെല്ലാം കൊടുക്കണമെങ്കിൽ നമ്മുടെ ഫ്ലോറിൻ്റെ, അതായത് ബാത്റൂം എത്ര ഹൈറ്റ് പൊങ്ങുമെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമുക്കിത് മെഷർമെൻറ്റ് കാര്യങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്ന വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫ്ലോർ എത്ര ഹൈറ്റ് പൊങ്ങും എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ തീരുമാനിക്കേണ്ടത്. ഫ്ലോർ എത്ര പൊങ്ങും, ഫ്ലോറിൽ നിന്ന് എത്ര സെൻറ്റിമീറ്റർ താത്തിയിടും എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിയണമെങ്കിൽ ആദ്യം ഫ്ലോറിൽ വരുന്ന ഹൈറ്റ് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഈ ഫ്ലോറിൽ വരുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബെൽറ്റ് ഓൾറെഡി കെട്ടിയിട്ടാണ്. കൊണ്ടോ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഫ്ലോറിൻ്റെ ബെൽറ്റാണ് ആ കാണുന്നത്. അതായത് ടോട്ടൽ ഒരു വീട് പണിയുന്ന സമയത്ത് ബെൽറ്റ് എന്തായാലും ഓൾറെഡി ഓക്കെ ആയിരിക്കും. ബെൽറ്റ് ഏകദേശം ഒരു സ്പിറ്റ് ലെവൽ തന്നെയായിരിക്കും. അപ്പോൾ ഫ്ലോറിൽ നിന്നും, അതായത് കണ്ടോ ആ ബെൽറ്റിൽ നിന്നും നമുക്ക് ഒരു 2 ഇഞ്ച് പൊങ്ങിയിട്ട്, അതായത് കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്ത് വെക്കുന്നത് ഏകദേശം ആ ബെൽറ്റിൻ്റെ ലെവലായിരിക്കും കോൺക്രീറ്റ് ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ ആ ബെൽറ്റിൽ നിന്നും ഏകദേശം 2 ഇഞ്ച് പൊങ്ങിയാണ് ഏകദേശം ഗ്രാനൈറ്റോ ടൈലോ എന്ത് വന്നാലും ഏകദേശം 2 ഇഞ്ച് പൊക്കമാണ് നോർമൽ ഹൈറ്റ് വരുന്നത്. അപ്പോൾ എത്രയും പൊങ്ങിയാണ് നമ്മുടെ ഫ്ലോറിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ആ 2 ഇഞ്ച് താത്തിയാണ് നമ്മുടെ ബാത്റൂം ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. അതായത് ഇപ്പോൾ ഞാൻ ആ ചോക്കിൻ്റെ വരച്ചിരിക്കുന്നതാണ് ഓൾറെഡി നമ്മുടെ ഫ്ലോറിൻ്റെ ലെവൽ. അതിന് തൊട്ട് താഴെ കാണുന്ന ആ ലെവൽ കണ്ടോ, ആ ലെവലാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ലെവൽ. അതായത് നമ്മുടെ ഇപ്പോഴുള്ള ബെൽറ്റ് ഏതാണോ ആ ലെവലാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ലെവലായിട്ട് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫ്ലോറ് 2 ഇഞ്ച് പൊങ്ങി നിൽക്കും, അതിന് താഴെ നിൽക്കുന്ന ബെൽറ്റിൻ്റെ അളവ്, അതാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ഫിനിഷിങ് അളവ്. ആ ലെവലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നും 1 അടിയും പൊക്കിയിട്ടാണ് നമ്മൾ പൈപ്പ് കൊണ്ടുപോകുന്നത്. അവിടെ ഒരു ലിൻറ്റ് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് ഒരടി, അതായത് ഒരടി എന്ന് ഉദ്ദേശിച്ച് 30 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ പൊക്കിയതിന് ശേഷം നമ്മുടെ പൈപ്പ് ലൈൻ പോകുന്നത് 30 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ആ പൈപ്പ് ലൈൻ പോകുന്നത്. അവിടെ നിന്നും നമ്മുടെ ഓരോ അളവുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് വാഷ് ബേസിൻ്റെ ഹൈറ്റ് എത്രയാണ്, അതുപോലെ തന്നെ നമ്മുടെ ഡൈവേർട്ടർ വയ്ക്കുന്ന എത്രയാണ്, ആ ഡൈവേർട്ടറിൻ്റെ സ്പൗട്ട് വയ്ക്കുന്ന എത്രയാണ്, അതുപോലെ തന്നെ ഷവർ വയ്ക്കുന്ന എത്രയാണെന്ന് ഫുൾ ഡീറ്റെയിൽ നമുക്ക് അറിയാം. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്ലോർ ലെവലിൽ നിന്ന് ഒരടി പൊക്കി നമ്മൾ വയ്ക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫ്ലോർ ലെവലാണ് കണക്ട് ചെയ്യുന്നത്. ഫ്ലോർ ലെവൽ എന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്ലോർ ലെവൽ നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം ടാപ്പിൻ്റെ ഹൈറ്റ് നമ്മളൊരു 30 ഇഞ്ച് വയ്ക്കുന്നു. അതിനുശേഷം ടാപ്പ് എന്ന് ഉദ്ദേശിച്ച സ്പൗട്ട് വരുന്നത്, ആ സ്പൗട്ട് വരുന്നത് 30 ഇഞ്ച്, പിന്നെ ഡൈവേർട്ടർ വയ്ക്കുന്നത് 120 സെൻറ്റിമീറ്റർ കണ്ടോ. അവിടെ നിന്നും അതാണ് നമ്മുടെ അതിൽ നിന്നും നമുക്ക് ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരടി നമ്മൾ പൊക്കിയ സ്ഥലത്ത് നിന്നും ഫിനിഷിംഗ് ലെവൽ വരുന്നുണ്ട്. അതായത് അതിൽ നിന്നും നമ്മളൊരു വീണ്ടും ഒരു 120 സെൻറ്റിമീറ്റർ ഡൈവേർട്ടർ കൊടുത്തു. അതിനുശേഷം നേരെ മുകളിലേക്ക് നമ്മൾ ഒരു 7 അടി വരാവുന്ന രീതിയിൽ നമുക്ക് ഒരു ഷവറിൻ്റെ ഔട്ടും കൊടുത്തു, ഏറ്റവും ടോപ്പിൽ ഷവറിൻ്റെ സ്പോട്ടും കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മുടെ ഹീറ്ററിലേക്ക് പോകുന്ന ചൂടുവെള്ളത്തിൻ്റെ ഓപ്ഷനും കൂടി നമ്മൾ റൈറ്റ് സൈഡ് നമ്മൾ പച്ചവെള്ളം കൊടുത്തു, ലെഫ്റ്റ് സൈഡ് നമ്മൾ ചൂടുവെള്ളം കൊടുത്തു. അതായത് ഡൈവേർട്ടറിൻ്റെ റൈറ്റ് സൈഡ് ആയിരിക്കും എപ്പോഴും പച്ചവെള്ളം കൊടുക്കുക, ഡൈവേർട്ടറിൻ്റെ ലെഫ്റ്റ് സൈഡ് എപ്പോഴും ചൂടുവെള്ളമായിരിക്കും കൊടുക്കുന്നത്. ഇതാണ് അതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ, അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ, വാഷ് ബേസിൻ്റെ ഹൈറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അറിയാൻ താല്പര്യം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അടുത്തൊരു വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ബാത്റൂമിൻ്റെ ലെവലിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.